പാദപൂജ ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ ലഹരി ഇല്ലാതാവുന്നത്? പാദപൂജ ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ അദ്ദേഹം ആരോപിക്കുന്ന ലൈംഗിക അരാജത്വം ഇല്ലാതാവുന്നത്? അതില്ലാതാവണമെങ്കിൽ സയന്റിഫിക് ടെമ്പർമെന്റ് വളരണം. വിദ്യാലയങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അധ്യാപകരെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, വിദ്യാർത്ഥികളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, വിദ്യാലയങ്ങളിലെ പഠന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, സിലബസിൽ എന്തുണ്ട്, എന്തൊക്കെ അതിന് പുറത്ത് പഠിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ സിലബസിന് പുറത്ത് പരിശീലിപ്പിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിഷ്കർഷയുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, രീതികളുണ്ട്, എല്ലാമുണ്ട്. അതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുമുള്ളതാണ്, എഴുതി വെക്കപ്പെട്ടിട്ടുമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ വിദ്യാപീഠം അടക്കമുള്ളവർ പറയുന്നത് 10-40 വർഷമായി ഞങ്ങളുടെ സ്കൂളുകളിൽ ഇത് ചെയ്യാറുണ്ട്, ഇത് ഇപ്പോൾ കുറച്ച് വിപുലമായി ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തുടങ്ങിയതാണ് ആരോപണം. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഇത് വേണമെന്നാണോ വേണ്ട എന്നാണോ? അല്ല, ഒന്ന് ഇക്കാര്യത്തിൽ സംഘപരിവാറുകാർ കേരളത്തിൽ ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. ആ പാരലൽ വേൾഡിൽ അവർ ചിന്തിക്കുന്നത് മോദി ഭരണത്തിൽ വന്ന ശേഷം ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഞങ്ങൾക്ക് സൗകര്യമുള്ള ചടങ്ങുകൾ ഞങ്ങളുടേതായിട്ടുള്ള രീതികൾ ഇവിടെ നടത്തും, നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലും ഇന്ത്യ ഭരണഘടനാപരമായി ഒരു മതേതര രാജ്യമാണ്, മതനിരപേക്ഷ രാജ്യമാണ്. അവിടെ പാലിക്കേണ്ട ചില പഥ്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ ആര് നടത്തിക്കോട്ടെ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട ചില മതേതര പഥ്യങ്ങളുണ്ട്. അത് തുല്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, അതല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ ഇത്തരത്തിലുള്ള മതപരമായ ചടങ്ങുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. മതേതരമായ ചടങ്ങാണ് എന്നുള്ളതാണ് അതിന്റെ സംഘാടകർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, മതേതരമായ ചടങ്ങാണ്, അത് ആർഷഭാരത സംസ്കാരത്തിൻ്റെതാണ്, മതത്തിൻ്റെതല്ല എന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ഹിന്ദു ആഘോഷങ്ങളെയും മതേതര ആഘോഷങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഒബ്ജക്ഷനുമായിട്ട് വരുന്നത് ഇതേ സംഘപരിവാറുകാരാണ്. ഇവിടെ വാസ്തവത്തിൽ ഒരുപക്ഷെ സംഘപരിവാർ പോലും എതിർത്തിട്ടുള്ള തൂക്കം പോലെ അതല്ലെങ്കിൽ മാടസ്നാന പോലെയുള്ള മറ്റൊരു അനാചാരമാണിത്. ആ അനാചാരം വിദ്യാലയങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി കാല് കഴുകുക അതല്ലെങ്കിൽ പാദപൂജ ചെയ്യുക, അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് വീടുകളിൽ ചെയ്യാം, വേണ്ട അവർക്ക് ആശ്രമങ്ങളിൽ ചെയ്യാം, വേണ്ട അവർ RSSന്റെ കാര്യാലയത്തിൽ ചെയ്തോട്ടെ. പക്ഷെ വിദ്യാലയത്തിൽ അത് നിങ്ങൾ നടത്തുന്നതായാലും ആര് നടത്തുന്നതായാലും വിദ്യാലയങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് അവരുടെ താല്പര്യമില്ലാതെ പാദപൂജ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്കുള്ളിൽ ഒരു കീഴാള ബോധം വളരുകയാണ് ചെയ്യുന്നത്, കുട്ടികൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്താ, അദ്ദേഹം ഈ പടർപ്പിൽ തല്ലിയായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിലൊക്കെ മയക്കുമരുന്നാണ്, അതല്ലെങ്കിൽ ലൈംഗിക അരാജകത്വമാണ്, ഈ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, പാദപൂജ ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ ലഹരി ഇല്ലാതാവുന്നത്? പാദപൂജ ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ അദ്ദേഹം ആരോപിക്കുന്ന ലൈംഗിക അരാജത്വം ഇല്ലാതാവുന്നത്? അതില്ലാതാവണമെങ്കിൽ സയന്റിഫിക് ടെമ്പർമെന്റ് വളരണം, കുട്ടികൾക്കുള്ളിൽ ശാസ്ത്രാവബോധം ഉണ്ടാവണം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് മുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് സയന്റിഫിക് ടെമ്പർമെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മുടെ സമൂഹത്തെ നിങ്ങൾ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പിറകോട്ട് നടത്താനല്ല പരിശ്രമിക്കേണ്ടത്. ഈ രാജ്യം നമ്മുടെ രാജ്യം മുന്നോട്ടാണ് പോകേണ്ടത്. പോകാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം SFI അടക്കമുള്ള ഇടത് സംഘടനകൾ അർലേക്കറിനെതിരെ, ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ സർവകലാശാല ആസ്ഥാനത്ത് സമരം നടത്തുകയുണ്ടായി. അന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യത്തിലാണ് സർവകലാശാലകളെ പ്രക്ഷുബ്ധതയുടെ വേദിയാക്കുന്നത് എന്നുള്ളതാണ്. ഇതേ ഗവർണർ പാദപൂജയെ പിന്തുണച്ചുകൊണ്ട് ആർഷഭാരത സംസ്കാരം അറിഞ്ഞു വേണം, പഠിച്ചു വേണം വിദ്യാർത്ഥികൾ വളരാൻ എന്ന് പറയുന്നു. അതായത് ഏതൊക്കെ ആശയങ്ങളെയാണ് വിദ്യാലയങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയാൻ വൈകിയതാണോ? അല്ല, ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവന്റെ മുന്നിൽ പോയി സമരം ചെയ്യട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ മാധു അതിനിടയ്ക്ക് SFI സമരത്തെ വെള്ളപൂച്ചാനെന്ന് വരണ്ട, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ പിൻബലത്തോടു കൂടി സർവകലാശാലയിൽ കാണിച്ചിട്ടുള്ള സമര ആഭാസത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. ഗവർണർ പുലർത്തുന്ന RSSകാരൻ എന്ന രീതിയിൽ ഗവർണർ നടത്തുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് അശേഷം യോജിപ്പില്ല, ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കും. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് RSSനെയും BJPയും എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്.
ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് CPM അടക്കമുള്ള പാർട്ടികൾ ഈ രാജ്യത്ത് ഞങ്ങളുടെ ഈ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് CPMകാർ. അതുകൊണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച ഒരു ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗവർണർ അല്ല ആരായാലും നടപ്പിലാകുന്ന കാര്യമല്ലല്ലോ. അതായത് അങ്ങ് പറയുന്നത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാകണമെങ്കിൽ രാജ്ഭവനിലേക്ക് വേണം. രാജ്ഭവനിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടല്ല, ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദങ്ങളുടെ തുടക്കം. അപ്പൊ അവിടേക്കല്ലേ സമരം നടത്തുക? അല്ല, അത് എവിടേക്ക് നടത്തണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അവര് തീരുമാനിക്കട്ടെ എന്നല്ല അങ്ങ് പറഞ്ഞത്. രാജ്ഭവനിൽ പോയി വേണമെങ്കിൽ സമരം ചെയ്യണം പറഞ്ഞത്. അല്ലല്ല, ഞങ്ങൾ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അവരുടെ സമരം അവർ ചെയ്തു. ഞങ്ങൾ അഭിപ്രായം എന്താണ്? ഗവർണർക്കെതിരെയുള്ള സമരം രാജ്ഭവനുമായി കേന്ദ്രീകരിച്ച് നടത്തണം. 1. 2, ഇതേ ഗവർണറോട് ചേർന്ന് ഈ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ചങ്ങായിമാരല്ലേ? ഈ ഗവർണർ വിളിച്ച പ്രഭാത ഭക്ഷണത്തിനല്ലേ നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഒരുമിച്ചിരുന്നത്? രണ്ടുപേരെയും മീഡിയേറ്റ് ചെയ്ത ഗവർണറല്ലേ? ഇദ്ദേഹം വന്നപ്പോൾ സ്വീകരിച്ച് ആനയിച്ച് കൊട്ടിക്കൊഴിച്ച് നടന്നതല്ലേ? അന്നേ കോൺഗ്രസ് പറഞ്ഞതല്ലേ? അപ്പൊ RSSകാരനെ കൊട്ടിക്കൊഴിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടു നടന്ന ആളുകൾ ഇപ്പൊ സമരം ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ആരോഗ്യ മേഖലയിൽ കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടി നടത്തുന്ന അഭ്യാസമാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം വിഷയം വഴിതെറ്റിപ്പോകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നെ നിങ്ങളെ വഴിതെറ്റിക്കല് വിഷയം വഴിതെറ്റിച്ചുകൊണ്ടുപോലെ. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമ്മുടെ രാജ്യം സയന്റിഫിക് ടെമ്പർമെന്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ട കാലമാണ്. ഇവിടെ RV ബാബു അടക്കമുള്ള ആളുകൾ ഈ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും അനാചാരമായിട്ട് കണക്കാക്കണം. ഇത് 2025 ഇതുവരെ ഞങ്ങൾ ഇത് തുടർന്ന് പോകുന്നു കരുതി ഇതിനി നിർത്താൻ പാടില്ല എന്നുണ്ടോ? ഇത് നിർത്തണം. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ കുട്ടികളെ ഒരു കീഴാളബോധത്തോടുകൂടി നമ്മുടെ വിദ്യാലയങ്ങൾ വളർത്തേണ്ടതില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒറ്റ കാര്യം ചോദിക്കണം. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് BJP ജില്ലാ സെക്രട്ടറിയെ കാല് കഴിക്കുന്നത്? BJPയുടെ ജില്ലാ സെക്രട്ടറി ആരാ? ഗുരുവാണോ? BJPയുടെ ജില്ലാ സെക്രട്ടറി, അഡ്വക്കേറ്റ് ആയിട്ടുള്ള BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാല് കഴുകിയാൽ ഏത് തരത്തിലുള്ള ഗുരുത്വമാണ് കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്നത്? അപ്പൊ മനസ്സിലാകുന്നില്ലല്ലോ ആ കാര്യങ്ങളൊന്നും. അപ്പൊ ഇതൊന്നും, ഇത് RSSന്റെ ഐഡിയോളജി ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ടാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതെനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. ഞാനും ഇത്തരം ഒരു വിദ്യാലയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം RSSന്റെ ഐഡിയോളജിക്കൽ പ്ലോട്ടാണിത്. ആ ഐഡിയോളജിക്കൽ പ്ലോട്ടിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് ഈ സ്കൂളുകളിലൂടെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ടുവരികയാണ്. ഇതാണ് സത്യം എന്ന് പറയുന്നത്.